ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച വാർത്തയിലേക്കാണ്. കാസർഗോഡ് 10 വയസ്സുകാരിയെ നിരന്തരം ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ശേഷം ഫിനോയിൽ നൽകി കൊലപ്പെടുത്താൻ ശ്രമം. 29കാരനെ പോലീസ് പിടികൂടി. പ്രതിക്കെതിരെ പോക്സോ വകുപ്പിന് പുറമെ പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ബദിയടുക്ക പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, വലിയ വാർത്തയാണ്, ഗൗരവതരമായ ഒരു സംഭവമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? സോന, തീർച്ചയായും അസാധാരണമായ സംഭവം. കാസർഗോഡ് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ആരെയും ഞെട്ടിക്കുന്ന ലൈംഗിക ചൂഷണവും കൊലപാതക ശ്രമവും നടന്നത്. അതൊരു 10 വയസ്സുകാരിക്ക് നേരെ. 10 വയസ്സുകാരിയെ നിരന്തരം ശാരീരിക ചൂഷണം നടത്തിയതിനു ശേഷം ഫിനോയിൽ കുടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് എടുത്ത കേസ്. കുട്ടിയുടെ അകന്ന ബന്ധു തന്നെയാണ് യുവാവ്. പെൺകുട്ടിയുടെ വീട്ടിലാണ് ഇയാൾ താമസിച്ചു വന്നിരുന്നത്. ഈ സമയത്തായിരുന്നു ഇത്തരത്തിൽ ശാരീരിക ചൂഷണം നടന്നതെന്നാണ് പറയുന്നത്. യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പെൺകുട്ടിയുടെ പിതാവ് തന്നെയാണ് വീട്ടിൽ നിന്ന് യുവാവിനെ വിലക്കിയത്. തൊട്ട് പിന്നാലെയാണ് പെൺകുട്ടിയെ ഫിനോയിൽ കൊടുത്തു കൊല്ലാൻ ഇയാൾ ശ്രമിച്ചത്. സമീപത്തെ കാട്ടിലേക്ക് ബലമായി കൊണ്ടുപോയാണ് ഫിനോയിൽ കുടിപ്പിച്ചത്. ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടെ ഫിനോയിൽ കുടിച്ച പ്രതിയും പോലീസ് കവറിൽ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. പ്രതിക്കെതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോക്സോ വകുപ്പിന് പുറമെ പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. സോന, ശരി, കാസർഗോഡാണ് 10 വയസ്സുകാരിയെ നിരന്തരം ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ശേഷം ഫിനോയിൽ നൽകി കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായിരിക്കുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.